ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാം അഖിലിനോട് പറയുകയാണ്, ഏതൊരു പെൺകുട്ടിയുടെയും സ്വപ്നമെന്ന പോലെ എൻ്റെയും സ്വപ്നമായിരുന്നു സാറുമൊത്തുള്ള ഒരു വിവാഹ ജീവിതം. പക്ഷേ അന്ന് അമ്മ എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു വാക്ക് വാങ്ങിയപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. പിന്നീട് സാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും സാറിനെ നോക്കി ചിരിക്കുമ്പോഴുമൊക്കെ എനിക്ക് പേടിയായിരുന്നു അമ്മ എന്നെ എന്തെങ്കിലും പറയുമോ എന്ന്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് പേടിയായിരുന്നു. കുറേയൊക്കെ സാറിനും അറിയാവുന്നതല്ലേ, ഇങ്ങനെ കമ്പനിയുടെ തലപ്പത്ത് വരണമെന്നും അധികാരങ്ങൾ വേണമെന്നും ഒന്നും തന്നെ എനിക്ക് ആഗ്രഹമില്ല. സാറിനോടൊപ്പം ഒരു കൊച്ചു വീട്ടില് സാറിന്റെ ഭാര്യയായിട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്ക് അത് മതി. എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും വേണമെന്നില്ല. 2 പ്രാവശ്യമാണ് സാറിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. എന്തോ എന്റെ വിധിയാകാം, താലി കെട്ടി നമ്മൾ ഒരു മുറിയിൽ കഴിയുന്നു, ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷേ അതിനപ്പുറം നമ്മളുടെ ഇടയിൽ ഒരു വലിയ അകൽച്ച തന്നെ ഉണ്ട് സാർ. അകൽച്ചയെന്ന് പറഞ്ഞ മനസ്സുകൊണ്ടുള്ള അകൽച്ചയല്ല. ഭാര്യയും ഭർത്താവും 2 സ്ഥലത്ത് കിടക്കുന്നു. നാളെ സൂര്യൻ ഉദിക്കാൻ എന്നെപ്പോലെ ആരും കാത്തിരിക്കുന്നുണ്ടാകില്ല. മുൻപ് ഞാൻ ഇങ്ങനെയൊന്നും തുറന്നു പറയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ ഹൃദയം അങ്ങ് നിറഞ്ഞൊഴുകുകയാണ്. വാക്കുകളൊക്കെ ഞാൻ അറിയാതെ തന്നെ പുറത്തു വരികയാണ്. ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ എനിക്ക് കൂടി വേണ്ടിയാണ് സാർ. ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന വാക്കുകളാണ്. നാളെ നേരം വെളുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതേസമയം ഷ്യാമയുടെ ഫോണിലേക്ക് GM വിളിക്കുകയാണ്. തുടർന്ന് ജനറൽ മാനേജർ പറയുകയാണ്, മേഡം, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. മേഡം, കോഴിക്കോട്ടേക്ക് നമ്മുടെ ഒരു ലോഡ് പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോടത്തെ ഡീലർ നമ്മുടെ ലോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വയനാട് ഡീലർക്കും പ്രൊഡക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ മേഡം, കോഴിക്കോടാണ് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ളത്. വയനാട് 2 ദിവസം വൈകിയാലും സാരമില്ല. അപ്പോൾ ലോഡ് കോഴിക്കോട് ഡീലർക്ക് സപ്ലൈ ചെയ്യാമല്ലോ. മേഡത്തിന്റെ ഡിസിഷൻ അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് GM പറയുമ്പോൾ രാമ ചോദിക്കുകയാണ്, അച്ഛൻ അല്ല ചെയർമാൻ എന്ത് പറഞ്ഞു? അത് പിന്നെ മേഡം, ചെയർമാൻ ബിസി ആണെന്ന് തോന്നുന്നു. ആറ് പറഞ്ഞത് മേഡത്തിനോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനാണ്. തുടർന്ന് ശ്യാമ ചോദിക്കുകയാണ്, ആരാണ് ആദ്യം ഓർഡർ തന്നത്? അത് പിന്നെ മേഡം, വയനാടുകാരാണ്. പക്ഷേ അവർ പേയ്മെന്റിലൊക്കെ ഡിലേ വരുത്തുന്നതാണ്. പക്ഷേ കോഴിക്കോടുകാര് നമുക്ക് അഡ്വാൻസ് ആയി തന്നെ പേയ്മെന്റ് തരുന്നവരാണ്. തുടർന്ന് ശ്യാമ പറയുകയാണ്, ആദ്യം ഓർഡർ തന്നത് വയനാടുകാരല്ലേ, അപ്പോൾ അവർക്ക് തന്നെ ആദ്യം ലോഡ് കൊടുത്താൽ മതി. പിന്നെ വയനാട്ടിലെ സെയിൽ കുറവാണെങ്കിൽ സെയിൽ വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. കൂടാതെ സെയിൽ കുറയുന്നത് എന്താണെന്നുള്ള റിപ്പോർട്ടും എനിക്ക് വേണം. പിന്നെ പേയ്മെന്റിനെ കുറിച്ചുള്ള കാര്യവും അതിന്റെ റിപ്പോർട്ടും എനിക്ക് വേണം. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഭാഗത്ത് എപ്പോഴും കാര്യങ്ങൾ 100% സത്യസന്ധതയോടെ തന്നെ ആയിരിക്കണം. തുടർന്ന് ശ്യാമ ഫോൺ വെച്ച് കഴിയുമ്പോൾ അഖിൽ പറയുകയാണ്, കൊള്ളാം ശ്യാമേ, നല്ല ഡിസിഷൻ തന്നെ ആയിരുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദവർമ്മ GMനെ വിളിക്കുന്നതാണ്. എന്തായടോ, താൻ ശ്യാമയെ വിളിച്ചോ? സാർ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെയാ മേഡവും പറഞ്ഞത്. നമ്മുടെ കമ്പനിക്ക് ഏറ്റവും യോഗ്യയായുള്ള ഒരാൾ തന്നെ ശ്യാമ മേഡം പറഞ്ഞത് പ്രൊഡക്റ്റ് വയനാട് തന്നെ കൊടുക്കണമെന്നാണ്. എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെ തന്നെ വരുമെന്ന്. അത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വർമ്മ പറയുകയാണ്, വസു, ശ്യാമ സത്യസന്ധതയ്ക്ക് തന്നെയാണ് മുൻതൂക്കം കൊടുത്തത്. പരീക്ഷണത്തിലെ ശ്യാമയ്ക്ക് 100-ൽ 100 മാർക്കുണ്ട്. ഇത് കേൾക്കുന്ന വസുന്ധര ഒരു പുഞ്ചിരിയോടെ വർമ്മയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരുണിനെയും ഐശ്വര്യയുമാണ്. അരുൺ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വരുന്ന ഐശ്വര്യ അരുണിന്റെ കയ്യിൽ നിന്നും ലാപ്ടോപ്പ് വാങ്ങി ദൂരേക്ക് മാറ്റി വെക്കുകയാണ്. എന്താ ഐശ്വര്യ നീ കാണിക്കുന്നത്? എന്താ ഇതെന്നോ? നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ? നിങ്ങൾക്ക് നാണമില്ലല്ലോ ഭർത്താവെന്ന വേഷം കെട്ടിക്കൊണ്ടിങ്ങനെ നടക്കാൻ? നിങ്ങളെ അഖിലിനെ കണ്ടു പഠിക്ക്. അവന്റെ കാല് കഴുകിയ വെള്ളം പോയി കുടിക്ക്. അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവൻ കമ്പനിയിലെ പ്രധാന സ്ഥാനം തന്നെ ഒപ്പിച്ചു കൊടുത്തു. ഇത് കേൾക്കുന്ന അരുൺ ദേഷ്യത്തോടെ പറയുകയാണ്, ഒപ്പിച്ചു കൊടുത്തെന്നോ? നിങ്ങൾക്ക് 3 പേർക്കും ഒരേ അവസരം തന്നെ ആയിരുന്നല്ലോ. ശ്യാം അവളുടെ ബുദ്ധി കൊണ്ട് ആ സ്ഥാനം നേടി, അത്ര തന്നെ. ഇതൊക്കെ വെറും നാടകം മാത്രമായിരുന്നു. അവളെല്ലാവരുടെയും ഓമനക്കുട്ടിയാണല്ലോ. ദേ ഐശ്വര്യയെ, എന്താണെങ്കിലും ശ്യാമയാണ് ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു സ്ഥാനം നീ അവൾക്ക് കൊടുക്കണം. നിങ്ങൾ എന്റെ ഭർത്താവ് തന്നെയാണോ? ജീവിതത്തിലെ എനിക്ക് ഒരു തെറ്റ് മാത്രമേ പറ്റിയിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഭാര്യയായത് മാത്രമാണ്. നിങ്ങൾ വർമ്മ ഗ്രൂപ്പ്സിന്റെ ഡയറക്ടർ ബോർഡിലെ ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തത്. ഈ അധികാരങ്ങളൊക്കെ എന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിന് നിങ്ങളുടെ കൂടി സപ്പോർട്ട് കിട്ടുമെന്നും ഞാൻ കരുതി. പച്ചയ്ക്ക് തന്നെ ഞാൻ പറയാം, നിങ്ങളെ എനിക്ക് യോജിച്ച ഭർത്താവേ അല്ല. ഏതെങ്കിലും കാട്ടുമുക്കിലെ നാട്ടിൻപുറത്തുകാരിയായിരുന്നു നിങ്ങൾക്ക് ചേരുന്നത്. ഏത് നേരത്താണാവോ നിങ്ങൾക്ക് താലി കെട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ കഴുത്ത് കുനിച്ചു തന്നത്. 15-ാം തീയതിയെ ശാന്തി മുഹൂർത്തം കൂടി കഴിഞ്ഞാ പിന്നെ രാജാവിന്റെ റാണിയുടെയും പട്ടാഭിഷേകമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. ചടങ്ങ് നടക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുൺ പറയുകയാണ്, നീ കണ്ടോ ഐശ്വര്യെ, ചടങ്ങൊക്കെ ഗംഭീരമായിട്ട് തന്നെ നടക്കും. ഈ ഐശ്വര്യ ജീവിച്ചിരിക്കുകയാണെങ്കിലേ ചടങ്ങ് നടക്കാനേ പോകുന്നില്ല. നീ ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിശ്ചയിച്ച ദിവസം തന്നെ ചടങ്ങ് നടന്നിരിക്കും. അഖിലിനെയും ശ്യാമയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അമ്മ അംഗീകരിക്കുക തന്നെ ചെയ്യും. അതെ, താലി കിട്ടിയാൽ മാത്രം പോരാ, ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുക കൂടി വേണം. ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ്, ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാം, പക്ഷേ അത്യാഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. വേണ്ട, സാധിച്ചു തരണ്ട. എന്റെ ആഗ്രഹങ്ങളെ ഞാൻ തന്നെ സാധിച്ചെടുത്തോളാം. ശാന്തി മുഹൂർത്തമേ, അത് നടക്കാനേ പോകുന്നില്ല. ഞാനേ രണ്ടും കൽപ്പിച്ച
അത്രയും പറഞ്ഞ് ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അരുൺ. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും ജഗനും കൂടി പുറത്ത് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നതാണ്. എന്താ എവിടെ കാര്യങ്ങളെന്ന് ജഗൻ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എന്തായെന്നോ ഇന്ന് അവിടെ ഒരു ജോത്സ്യൻ വരും, ഏതോ ഒരു തിരുമുൽപ്പാട്, അമ്മ അവരെ അംഗീകരിക്കാൻ പോവുകയാണെന്ന്. അങ്ങേര് വന്ന് ദിവസം നോക്കിയിട്ടേ ആ ദിവസത്ത് കല്യാണം നടത്താൻ പോവുകയാണെന്ന്. നമ്മൾ അവളെ തകർക്കാൻ ഓരോരോ പ്ലാനുകൾ ഇടുമ്പോൾ അവളെ അടിവെച്ച് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ജഗനങ്ങൾ ഏത് വിധത്തിലാണെങ്കിലും ശരി, അവളെ ഇല്ലാതാക്കിയില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ജഗനങ്ങൾ പറയുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് ഐശ്വര്യ പറയുമ്പോൾ ജഗൻ പറയുകയാണ്, നീ വിചാരിക്കുന്ന കാര്യങ്ങളും ഒന്നും നടക്കാറില്ലല്ലോ. അപ്പോ നീ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. എന്നെ നിനക്ക് വിശ്വാസമില്ലെങ്കിലേ ഇട്ടിട്ട് പോകാൻ നോക്ക്, അല്ലാതെ ചുമ്മാ എന്നെ ഭരിപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് വരണ്ട. ശ്യാം ആ കമ്പനിയുടെ തലപ്പത്തെത്തിയെങ്കിലേ അതിന്റെ കാരണവും നീ തന്നെയാണ്. നിന്റെ തലയ്ക്കകത്ത് ബുദ്ധിയില്ലാത്തതിന് നീ ഞങ്ങളെ പറയുന്നത് എന്തിനാ? ദേ അങ്കിളെ, ഞാൻ വീണ്ടും പറയുകയാണ്, എന്നെ കൊച്ചാക്കി സംസാരിക്കരുത്. കൂടെ നിർത്താൻ ഇഷ്ടമില്ലെങ്കിലേ പറഞ്ഞാ മതി, നമുക്ക് പിരിയാം. ഇത് കേൾക്കുന്ന ജഗൻ പറയുകയാണ്, അതിനെന്താ, എനിക്കും സമ്മതം, നമുക്ക് പിരിയാം. ശരിക്കും പറഞ്ഞാലേ നീയാണ് എന്റെ ശത്രുവാകേണ്ടിയിരുന്നത്. അരുണിന്റെ ഭാര്യയായിട്ട് എന്റെ മകളാണ് അവിടെ മരുമകളായി വരേണ്ടിയിരുന്നത്. അവിടെയാണ് നീ എത്തിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാലേ ശ്യാമയല്ല, നീയാണ് എന്റെ ശത്രു. അയ്യോ, ഒരു ആനന്ദ നിലയവും ഒരു അരുണും അവിടെ വന്ന് കയറിയിരുന്നെങ്കിലേ നിങ്ങളുടെ മകൾ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ആത്മഹത്യ ചെയ്തേനെ. നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ലല്ലോ അങ്കിളെന്ന് ഐശ്വര്യ പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഒരാള് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ജഗൻ പറയുന്നു. അയാളായിരിക്കും ഇനി നമുക്കൊപ്പം നിന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാരാ ജഗനങ്ങൾ പുതിയ ആളെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്കൊരു പോലീസ് ജീപ്പ് വരികയാണ്. തുടർന്ന് ഐശ്വര്യയെ ജയേഷിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ജഗൻ. ഇത് നമ്മുടെ സ്റ്റേഷനിലെ പുതിയ SI ആണ് ജയേഷ്. വർമ്മയുടെ കമ്പനി പൂട്ടണം, അഖിലിന്റെ ജീവിതം തകർക്കണം, ഇത് രണ്ടും മാത്രമാണ് എന്റെ ലക്ഷ്യമെന്ന് ജയേഷ് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലെ പഴയ ഒരു ശത്രുതയാണ്. എന്റെ അച്ഛനും വർമ്മയും അനിയന്റെയും ചേട്ടന്റെയും മക്കളാണ്. അഖിലുമായിട്ടുള്ള വിരോധമേ എനിക്ക് പഠിക്കുന്ന കാലം തൊട്ടേ ഉള്ളതാണ്. ആ വീടും അതുപോലെ അഖിലം തകർന്നു കിട്ടാൻ വേണ്ടി ആരോടും കൂട്ടുകൂടാനും എനിക്കൊരു മടിയുമില്ലെന്ന് ജയേഷ് പറയുന്നു. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, സത്യം പറഞ്ഞ ജഗനങ്ങൾ ഇദ്ദേഹത്തെ കൂടി കണ്ടപ്പോഴേ എന്റെ ആത്മവിശ്വാസമേ അല്പം കൂടി കൂടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതേ അശ്വതിയെ മുൻനിർത്തി ഒരു കളി കളിക്കുകയാണ്. അശ്വതിയെ നമുക്ക് ആ വീട്ടിൽ കയറ്റണം. അങ്ങനെ ചെയ്യണമെങ്കിലേ അശ്വതി നമ്മുടെ കൈകരിയാകണം. ജഗൻജിയും വൈഫും കൂടി അശ്വതിയെ സ്വാധീനിക്കണം. സ്കൂളിൽ വിളിച്ചിട്ട് അശ്വതിയുടെ അഡ്രസ്സൊക്കെ ഞാൻ എടുത്തു തരാമെന്ന് ജയേഷ് പറയുന്നു. അഖിലിനെയും ആദിയെയും അരുണിനെയും ഞാൻ ഡീൽ ചെയ്തോളാം. തുടർച്ചയായിട്ട് അവർക്ക് പ്രശ്നങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ ജോത്സ്യൻ വരുന്നുണ്ട്, അവരുടെ കല്യാണത്തിന്റെ സമയം കുറിക്കാൻ. വാസുന്ധരയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാ യഥാർത്ഥത്തിൽ ആ കല്യാണം നടക്കാനേ പാടില്ലെന്ന് ഐശ്വര്യ പറയുമ്പോൾ ജയേഷ് പറയുകയാണ്, ഇതിന്റെയും ശ്യാമയുടെയും മുഹൂർത്തം കുറിക്കാൻ പോകുന്നതേ നമ്മളാ, അവരുടെ നാശത്തിന്റെ സമയം. ഇത് കേൾക്കുന്ന ഐശ്വര്യയും ജഗനും ചിരിച്ചുകൊണ്ട് ജയേഷിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.